നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ക്രിയേഷൻ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ കൊടുക്കുക, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലെഡ്ജേഴ്സായ SGST, CGST, IGST തുടങ്ങിയവ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വൗച്ചർ ടൈപ്പ് ക്രിയേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ എൻട്രികൾ എങ്ങനെ പാസ് ചെയ്യാം. അതായത് നമ്മൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അതിൽ തന്നെ പർച്ചേസ് B2B ഉണ്ട്, B2C ഉണ്ട്, അതുപോലെ സെയിൽസ് B2C ഉണ്ട്, B2B ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ എൻട്രി ചെയ്യാം, അതായത് നമ്മൾ പർച്ചേസ് എൻട്രീസ് നമുക്ക് എങ്ങനെ അതായത് ടാലി പ്രൈമിൽ എൻട്രി ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു എൻട്രി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പർച്ചേസ് നമ്മൾ സാധനം നമ്മൾ ബില്ലോടുകൂടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എൻട്രി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് ട്രാൻസാക്ഷനിൽ കാണാം വൗച്ചേഴ്സിൽ വരിക. വൗച്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വൗച്ചേഴ്സിൽ വരിക, എന്നിട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ വൗച്ചർ ടൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് B2B, B2C എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ F9 എൻട്രി ചെയ്താൽ തന്നെ, അതായത് നമ്മൾ കീബോർഡിൽ F9 എൻട്രി ചെയ്താൽ തന്നെ നമുക്കവിടെ കാണാം പർച്ചേസ് B2B, B2C എന്നുള്ളൊരു ഓപ്ഷൻ. അത് നമ്മൾ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഓട്ടോമാറ്റിക് വന്നത്. അപ്പോൾ B2B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും അവിടെ വരും ലോക്കൽ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ അവിടെ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ലോക്കൽ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ സെലക്ട് ചെയ്തു. ഇവിടെ കോസ്റ്റ് സെൻറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഏത് ഓരോ പർച്ചേസും ഏത് സെക്ഷനിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ തൽക്കാലം ക്രിയേറ്റ് ചെയ്യുന്നില്ല, നോട്ട് അപ്ലിക്കബിൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുകയാണ്. ഇനി നിങ്ങൾ പാർട്ടി അക്കൗണ്ട് നെയിം ഇവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ B2B പർച്ചേസാണ്, അതായത് നമ്മുടെ രജിസ്റ്റേർഡ് ഡീലർ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പാർട്ടിയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പാർട്ടിയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പാർട്ടി ഒന്നില്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ പാർട്ടി അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മളിവിടെ പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ള ആ കോളത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് Alt+C നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യണം, Alt+C. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഡ്ജറിൽ പോയിട്ട് ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് ക്രിയേഷനിൽ മാസ്റ്റേഴ്സിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്ത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള ഷോർട്ട് കീ ആണ് Alt+C. അവിടെ നിന്ന് Alt+C എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ പാർട്ടിയുടെ പേര് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പാർട്ടിയുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അതായത് അണ്ടർ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു സപ്ലയറെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അത് നമ്മൾ അണ്ടർ വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മെയിൻറ്റെയിൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് എനേബിൾ ചെയ്യുക. ക്രെഡിറ്റ് പീരീഡ് 25 ഡേയ്സ് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ ക്രെഡിറ്റ് പീരീഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്ര കൊടുക്കുക. ഞാൻ ഇവിടെ 25 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെക്ക് ഫോർ ക്രെഡിറ്റ് ഡേയ്സ് ഡ്യൂറിങ് ദ വൗച്ചർ എൻട്രി. അപ്പോൾ നമുക്ക് അങ്ങനെ അതായത് ക്രെഡിറ്റ് എൻട്രി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വൗച്ചർ എൻട്രി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യെസ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് താഴെ വരിക, അവിടെയൊക്കെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ പിൻകോഡ് കൊടുക്കുക. ഇത് താഴെ വരിക. അപ്പോൾ നിങ്ങൾ ഒരു GST നമ്പറുള്ള ആൾക്കാർ കോമ്പോസിറ്റ് ഡീലർ ഉണ്ടാവും, അതുപോലെ അൺരജിസ്റ്റേർഡ് പാർട്ടി ഉണ്ടാവും, കൺസ്യൂമർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അൺരജിസ്റ്റേർഡ് പർച്ചേസൊക്കെ ആകുമ്പോഴാണ് അതായത് കൺസ്യൂമർ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് വരിക. സാധാരണ GST നമ്പറുള്ള ആൾക്കാരൊക്കെ റെഗുലർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഡീലർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ റെഗുലർ കസ്റ്റമറാണ്, ഞാൻ റെഗുലർ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ അവിടെ GST അടിച്ചു കൊടുക്കുക, നമ്മുടെ ഡീലറുടെ GST അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ GST എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിച്ച് ഇവിടെ ആക്സെപ്റ്റ് യെസ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ റെസിപ്റ്റ് നോട്ടൊക്കെ നമുക്ക് അതായത് നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് റെസിപ്റ്റ് നോട്ടൊക്കെ കീപ്പ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാൻ റെസിപ്റ്റ് നോട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത റെസിപ്റ്റ് നോട്ട് എന്താ, ഡെലിവറി നോട്ട് എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ എൻ്റർ അടിച്ചിട്ട് താഴോട്ട് വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും, നമ്മളെ അതായത് സപ്ലയർ ബില്ല് ഫ്രം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ പേരൊക്കെ എൻ്റർ ചെയ്ത് താഴോട്ട് വരിക. നിങ്ങൾ എൻ്റർ അടിച്ച് നെയിം ഓഫ് ഐറ്റത്തിലേക്ക് വരിക. എന്നിട്ട് അവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഐറ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് Alt+C അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ Alt+C എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ റബ്ബർ പർച്ചേസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റബ്ബർ അതായത് നാച്ചുറൽ റബ്ബറാണ്, റബ്ബർ ഷീറ്റാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മളിവിടെ എൻ്റർ ചെയ്യാണ്. അതിൻ്റെ അണ്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ റബ്ബർ എന്ന് വേണമെങ്കിൽ കൊടുക്കുക, റബ്ബർ കൊടുത്തിട്ട് എൻ്റർ സേവ് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് ഞാൻ ഇവിടെ kgയിലാണ് സപ്ലൈ വാങ്ങുന്നതും വെക്കുന്നത് kgയിലാണ്. അപ്പോൾ ഞാനിവിടെ Alt+C അടിച്ചിട്ട് കിലോഗ്രാം, അതായത് kgs, ഫോർമൽ നെയിം കിലോഗ്രാം,
വളരെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ താഴെ GSTയുടെ കിലോഗ്രാം കൊടുത്താൽ മതി. KGS സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ഡെസിമൽ നമ്പർ 3 കൊടുക്കുന്നുണ്ട്, കാരണം പോയിന്റ് വെച്ചിട്ട് വരുന്നതുകൊണ്ട് 3 ഡെസിമൽ പ്ലേസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റർ സേവ് ചെയ്യുക. അതായത് നമ്മളിവിടെ യൂണിറ്റും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ Alt+C അടിച്ച് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ Alt+C അടിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി താഴെ നമ്മളിവിടെ എന്ത് ചെയ്യുക, നേരെ താഴെ വന്നിട്ട് ഇവിടെ GST അപ്ലിക്കബിൾ കൊടുത്തതിന് ശേഷം താഴെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽ അവിടെ യെസ് എനേബിൾ ചെയ്യാം. യെസ് എനേബിൾ ചെയ്തിട്ട് അവിടെ യെസ് എന്ന് എൻ്റർ ചെയ്യാം. അതായത് ഇവിടെ സെറ്റ് GST ഡീറ്റെയിലിൻ്റെ അവിടെ യെസ് വൈ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുക. അപ്പോൾ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുക, HSN കോഡ് കാണിക്കുക. അപ്പോൾ HSN കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യാം. ഇവിടെ 400/12/100 HSN കോഡ് വരുന്നത്. അത് ടാക്സബിൾ ആണ്. ഗുഡ്സ് 5% ഇൻ്റഗ്രേറ്റഡ് ടാക്സ് വരുന്നത്. അപ്പോൾ 2 സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ഓട്ടോമാറ്റിക് വരും. നിങ്ങൾക്ക് ഈ സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, F12 കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അലോ HSN സാക്ക് ഡീറ്റെയിൽ, അതേപോലെ ഇവിടെ താഴെ കാണുന്ന ഷോ ആൾ ടൈപ്പ് GST ടൈപ്പ് എസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ, അതായത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഒക്കെ എനേബിൾ ആയി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എസ് അടിച്ച് ഗുഡ്സ് സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇവിടെ ആക്സെപ്റ്റ് അടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ആദ്യ ഡേറ്റ് വരുന്നത് 24 അപ്പോൾ ഡേറ്റ് നമ്മൾ F2 അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ F2 അടിക്കുക. നമ്മൾ കീബോർഡിൽ F2 അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് 24 ആക്കിയിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 15,000 kg ആണ് വാങ്ങിയിട്ടുള്ളത്. എമൗണ്ട് വരുന്നത് 169 രൂപയാണ്. അതായത് എമൗണ്ട് അല്ല, റേറ്റ് വരുന്നത് 169 രൂപയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 25,35,000 രൂപ വരുന്നുണ്ട്. അതിൻ്റെ ടാക്സ് അടക്കം നമുക്ക് 26,61,750 രൂപയുടെ റബ്ബറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇവിടെ ഇത് എസ് എനേബിൾ എസ് എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ എൻ്റർ അടിച്ചാലും മതി. അപ്പോൾ സേവ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യ പർച്ചേസ് ബില്ല് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേ പാർട്ടിയുടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഡേറ്റ് ചേഞ്ച് ചെയ്യുക. അടുത്ത ബില്ല് വരുന്നത് 23/4 അപ്പോൾ നമ്മൾ 23/4 F2 അടിച്ചിട്ട് 23/4 എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പാർട്ടിയെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ നെയിം ഓഫ് ഐറ്റത്തിലേക്ക് വരിക. നമ്മൾ വീണ്ടും ഐറ്റം സെലക്ട് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളവിടെ ക്വാണ്ടിറ്റി വീണ്ടും അടിക്കുക. വീണ്ടും നമ്മൾ 15,000 ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നത്. 169 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 23/4 ഡേറ്റാണ്. എൻ്റടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ സപ്ലയർ ഇൻവോയ്സ് നമ്പറിൻ്റെ അവിടെ, അതായത് ഇൻവോയ്സ് നമ്പർ കൊണ്ട് 6 വരുന്നത്. അതേപോലെ ഇൻവോയ്സ് ഡേറ്റ് 23/4 അത് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക, എൻ്ററടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ബില്ലിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പറും ഡേറ്റും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിക്കുക. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്യുക. പർച്ചേസ് B2B സെലക്ട് ചെയ്യുക. അതിൽ ഏപ്രിൽ മാസം സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ 24-ൻ്റെ ബില്ല് എൻ്റർ ചെയ്യുക. അവിടെ അതിൽ 24-ൽ നമ്മൾ എന്ത് ചെയ്യുക, ആരൊക്കെ ഉപയോഗിച്ച് 24-ലേക്ക് വരിക. എന്നിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സപ്ലയർ ഇൻവോയ്സ് നമ്പർ അവിടെ 5 അതുപോലെ ഡേറ്റ് 24 കൊടുത്തതിന് ശേഷം ഇവിടെ കൺട്രോൾ A അടിച്ചാൽ, ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ കൺട്രോൾ A അടിച്ചാൽ മതി. കൺട്രോൾ A അടിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ എസ്കേപ്പ് അടിച്ച് വീണ്ടും വരിക. എന്നിട്ട് വീണ്ടും ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം ട്രാൻസാക്ഷനിൽ വൗച്ചറിൽ വീണ്ടും വരിക. ഇനി അടുത്ത ബില്ല് നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പം നമുക്ക് ഏകദേശം ഒരു 5 ബില്ലോളം പർച്ചേസ് ബില്ല് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽ ബില്ലാണ്. അപ്പം നമ്മൾ 5 പർച്ചേസ് ബില്ല് നമുക്കുണ്ടാകുന്നത്, നമ്മൾ 5 പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിൽ ബില്ലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് വൗച്ചേഴ്സിൽ വരിക. എന്നിട്ട് ഇവിടെ F9 ഇവിടെ പർച്ചേസിലാണ് കിടക്കുന്നത് നമ്മുടെ, അതായത് വൗച്ചർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് F8, അതായത് കീബോർഡിൽ F8 എന്നുള്ള കീ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം സെയിൽസ് B2B B2C. അപ്പോൾ നമുക്ക് നമ്മളെ ബില്ലുകളൊക്കെ B2B ബില്ലാണ് ഈ മാസത്തെ. അപ്പോൾ സെയിൽസ് B2B സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ലോക്കലാണ്, കേരളത്തിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ സെലക്ട് ചെയ്യുക. വൗച്ചർ ടൈപ്പ് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് നമുക്കവിടെ പാർട്ടി അക്കൗണ്ട് നെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്യണം. പുതിയ പാർട്ടി ആയതുകൊണ്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. Alt+C അടിക്കുക.
അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ പാർട്ടി, അതായത് നമ്മളൊരു പാർട്ടിക്ക് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ പാർട്ടി നമ്മുടെ ഡെപ്റ്ററാണ്. അപ്പോൾ നമ്മൾ സൺഡി ഡെപ്റ്റേഴ്സ് എന്ന് അണ്ടർ എന്ത് ചെയ്യണം, നമ്മൾ അണ്ടർ കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അതായത് അവർ നമ്മുടെ ഡെപ്റ്റേഴ്സാണ്. അതായത് നമ്മളെ കയ്യിൽ നിന്നാണ് അവർ സാധനം വാങ്ങുന്നത് കൊണ്ട് നമ്മളെ ഡെപ്റ്ററാണ് അവർ. അപ്പോൾ അത് അണ്ടർ കൊടുത്തതിന് ശേഷം താഴെ മെയിൻറ്റെയിൻ ബില്ല് കൊടുക്കുക. ക്രെഡിറ്റ് പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. അവിടെ 25 ഡേയ്സിനാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ചെക്ക് ഫോർ ക്രെഡിറ്റ് ഫോർ ഡ്യൂറിങ് ദ വൗച്ചർ എൻട്രി യെസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കേരള സെലക്ട് ചെയ്യുക, പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ റെഗുലർ ആണെങ്കിൽ റെഗുലർ, കോമ്പോസിറ്റ് ഡീലർ ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ റെഗുലർ ആണ് അവിടെ. എന്നിട്ട് GST അടിക്കുക. GST നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം താഴോട്ട് വന്നിട്ട് സേവ് ചെയ്യുക, യെസ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എൻ്റർ കീ ഉപയോഗിച്ചിട്ട് നെയിം ഓഫ് ഐറ്റത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഐറ്റം ഓൾറെഡി നമ്മൾ വാങ്ങിയ ഐറ്റം തന്നെ നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഐറ്റം അവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നാച്ചുറൽ റബ്ബർ RSS 4 എന്നുള്ള ഗ്രേഡിലാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. അവിടെ 15,000 kg കൊടുക്കുന്നത്. റേറ്റ് 169 169.50 പൈസയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 26,69,625 വരുന്ന എമൗണ്ട്. ഡേറ്റ് വന്നിട്ട് 24. അപ്പോൾ F2 അടിച്ചിട്ട് ഡേറ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. ഇനി നമുക്ക് ഏകദേശം ഒരു 6 ബില്ലുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ബില്ലുകളൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മളെ പർച്ചേസ് അതുപോലെ സെയിൽസ് എൻട്രീസ് നമ്മൾ ഈ ഏപ്രിൽ മാസത്തെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഇവിടെ Alt F1 അടിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതിൽ നമുക്ക് പർച്ചേസ് B2B ആയിട്ട് നമുക്ക് 89,18,409 അതുപോലെ തന്നെ സെയിൽസ് B2B ആയിട്ട് 89,42,491. അപ്പോൾ നമുക്കിതിൽ ഈ സെയിൽസ് B2B എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏപ്രിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഏകദേശം 5 ബില്ലുകളും ഉണ്ട്. നമുക്ക് 1 മുതൽ 5 വരെയുള്ള ബില്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ബില്ല് വെച്ചിട്ടാണ് നമ്മൾ GST ഫയൽ ചെയ്യാൻ പോകുന്നത്. നമ്മളെ GST ബില്ലിന്, അതായത് നമ്മളെ സെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബില്ലും അതേപോലെ പർച്ചേസ് നമുക്ക് ഏകദേശം 5 ബില്ലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളെ ഈ ബില്ലുകളെല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽ എടുത്തിട്ട് നമുക്ക് ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് പർച്ചേസ് ബില്ല് അതേപോലെ സെയിൽ ബില്ല് എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ക്ലാസ് 2 മനസ്സിലായി വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം.